തിരുവനന്തപുരം DCC പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല N. ശക്തന്. പാലോട് രവിയുടെ രാജിയെ തുടർന്നാണ് നടപടി. വിവാദ ഫോൺ സംഭാഷണത്തിലൂടെ പാർട്ടിയെ വെട്ടിലാക്കിയതാണ് പാലോട് രവിയുടെ രാജിയിൽ കലാശിച്ചത്. രാജി ചോദിച്ചു വാങ്ങുകയായിരുന്നു എന്നാണ് KPCC നേതൃത്വം പറയുന്നത്. എന്നാൽ LDF ഭരണം തുടരുമെന്ന ഫോൺ സംഭാഷണത്തിൽ വിശദീകരണവുമായി തിരുവനന്തപുരം DCC അധ്യക്ഷൻ പാലോട് രവി വന്നിരുന്നു. പ്രാദേശിക നേതാവിന് നൽകിയത് ജാഗ്രതാ നിർദ്ദേശമെന്നും ഭിന്നത ഒഴിവാക്കി പ്രവർത്തിക്കണമെന്ന താക്കീതാണ് നൽകിയതെന്നും പാലോട് രവി വ്യക്തമാക്കി. തദ്ദേശ തിരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് ഇല്ലാതാകുമെന്നും കുറെ കോൺഗ്രസുകാർ BJPയിൽ ചേരുമെന്നുമായിരുന്നു രവിയുടെ വാക്കുകൾ. മുസ്ലിം വിഭാഗം മറ്റു പാർട്ടികളിലേക്ക് പോകും, കോൺഗ്രസ് എടുക്കാച്ചിറക്കാവുമെന്നും പരിഹാസമുണ്ടായിരുന്നു. പ്രാദേശിക കോൺഗ്രസ് നേതാവുമായിട്ടുള്ള ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നത്. അതേസമയം പാലോട് രവിയുടെ വിവാദ ഫോൺ സംഭാഷണത്തിൽ KPCCക്ക് കടുത്ത അതൃപ്തിയായിരുന്നു. പാലോടിനെതിരെ കടുത്ത നടപടി വേണമെന്നാണ് വികാരം. വിവാദ ഫോൺ സംഭാഷണത്തെ കുറിച്ച് AICC നേതൃത്വത്തെ അറിയിച്ചെന്നും കേരള നേതാക്കളുമായി ഗൗരവമായി സംസാരിച്ചിട്ടുണ്ടെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് കൊച്ചിയിൽ പറഞ്ഞു. ഒരു പ്രാദേശിക നേതാവുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് പാലോട് രവിയുടെ പരാമർശം. LDFന് മൂന്നാമതും തുടർഭരണം ലഭിക്കുമെന്നും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയിലടക്കം കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടാകുമെന്നും പാലോട് രവി ഫോൺ സംഭാഷണത്തിൽ പറയുന്നു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മൂന്നാമത് പോകും, നിയമസഭയിൽ താഴെ വീഴും, 60 നിയമസഭാ മണ്ഡലത്തിൽ BJP എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നീ നോക്കിക്കോ. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് പിടിച്ചതുപോലെ കാശ് കൊടുത്ത് വോട്ട് പിടിക്കും. കോൺഗ്രസ് പാർട്ടി 3ാം സ്ഥാനത്തേക്ക് വീഴും, മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരും. ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഇതോടെ ഈ പാർട്ടിയുടെ അധോഗതിയായിരിക്കും, പാലോട് രവി പറയുന്നു. എന്നാൽ ഇപ്പോൾ തന്നെ ശബ്ദരേഖ പുറത്തു വന്ന സാഹചര്യത്തിൽ പാലോട് രവി രാജിവെച്ചിരിക്കുകയാണ്. അത് സ്വീകരിച്ചെന്ന് അറിയിച്ച് KPCC പ്രസിഡന്റ് വാർത്താക്കുറിപ്പും ഇറക്കി. പാലോട് രവി പാർട്ടിയെ വെട്ടിലാക്കിയത് AICC നേതൃത്വത്തെ സണ്ണി ജോസഫ് അറിയിച്ചിരുന്നു. AICC നേതൃത്വത്തിന്റെ കൂടി അനുമതിയോടുകൂടിയാണ് തുടർ നടപടി സ്വീകരിച്ചത്. പാലോടുമായി ഫോണിൽ സംസാരിച്ച് അത് റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ടത് ഗുരുതരമായ സംഘടനാ വിരുദ്ധ പ്രവർത്തനം ആണെന്ന് വിലയിരുത്തിയാണ് പുല്ലമ്പാറ ജലീലിനെ പുറത്താക്കിയത്. ഇനി ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം ഉണ്ടാകുമെന്നാണ് വിവരം. രാജിവെച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ പാലോട് രവി ഇതുവരെയും തയ്യാറായിട്ടില്ല. പാലോടിന്റെ ഒഴിവിലേക്ക് താൽക്കാലിക പ്രസിഡന്റിനെ നിയോഗിച്ചിട്ടുമില്ല. ഇക്കാര്യത്തിൽ KPCC ഉടൻ തീരുമാനമെടുക്കും. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുഴുവൻ സമയവും പ്രസിഡന്റിനെ ഉടൻ കണ്ടെത്തും. അതേസമയം ശബ്ദരേഖ ഇപ്പോൾ പുറത്തുവിട്ടതിന് പിന്നിൽ DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കണ്ണും നട്ടിരിക്കുന്ന ചിലരാണെന്നും ആരോപണമുണ്ട്. പാർട്ടിയെ വെട്ടിലാക്കിയ പ്രതികരണത്തിന് പുറമെ മാധ്യമങ്ങളോട് സംസാരിച്ച് പാലോട് വിവാദം കൂടുതൽ വഷളാക്കിയെന്ന വിലയിരുത്തലാണ് നേതൃത്വത്തിന്. ഇതാദ്യമായിട്ടല്ല പാലോട് പാർട്ടിയെ വെട്ടിലാക്കുന്നത്. മുൻപ് ദേശീയഗാനം തെറ്റായി ആലപിച്ചും പാർട്ടിയെ നാണക്കേടിലാക്കിയിരുന്നു. എന്നാൽ ഇങ്ങനൊരു ചതി പ്രതീക്ഷിച്ചില്ല. പാലോട് രവി സംസാരിച്ചത് സ്റ്റഡി ക്ലാസ് എടുക്കും പോലെയായിരുന്നു. പാർട്ടി നന്നാകണമെന്നാണ് പാലോട് രവി ഉദ്ദേശിച്ചത്. എന്നാൽ പാലോട് രവിയോട് ചെയ്തത് ചതിയാണ്. രതീഷ് എന്ന ഉറ്റ സുഹൃത്തിന് ശബ്ദരേഖ അയച്ചു. എന്റെ മൊബൈലിൽ എല്ലാ കോളും റെക്കോർഡാകും. രതീഷാണ് ശബ്ദരേഖ ദുരുപയോഗം ചെയ്തതെന്നും പുല്ലമ്പാറ ജലീൽ പറയുന്നു.